ഇന്ന് ധ്യാന ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യമാണ്. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പാപികളെ രക്ഷിക്കാനായി മനുഷ്യജന്മം എടുത്തവനാണ് ക്രിസ്തു. വിശുദ്ധ പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ വിശുദ്ധൻ പറയുന്നു, യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന ആളായിരുന്നു പൗലോസ്. അതുകൊണ്ട് തന്നെ പാപികളിൽ ഒന്നാമനാണ് താൻ എന്ന് ഏറ്റുപറയുന്ന പൗലോസ് മാനസാന്തരത്തിന് വഴിപ്പെട്ട അനുഭവം നാം ബൈബിളിൽ കാണുന്നു. പൗലോസിന്റെ ജീവിതത്തിലുണ്ടായ മോചനത്തിന്റെ അനുഭവം പാപികളെ രക്ഷിക്കാനെത്തിയ ക്രിസ്തുവിന്റെ നടപടിയെ ആണ് കാണിക്കുന്നത്. ക്രിസ്തു തന്റെ ജീവിതകാലത്ത് നൽകിയ ഉപമകൾ പലതും പാപികളുടെ രക്ഷയെ വ്യക്തമാക്കുന്നതാണ്. മുടിയനായ പുത്രന്റെ ഉപമ ഉദാഹരണം. ക്രിസ്തു നൽകിയ പാപമോചന അനുഭവങ്ങൾ ഏറെയാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, വലതുഭാഗത്തെ കള്ളൻ, കുരിശിൽ തന്നെ പീഡിപ്പിച്ച വ്യക്തികൾക്ക് നൽകിയ മാപ്പ്, കണ്ണീർ കൊണ്ട് പാദം കഴുകിയ സ്ത്രീ, പാപത്താൽ രോഗത്തിന് അടിപ്പെട്ടവർക്ക് നൽകിയ രോഗശാന്തികൾ, ചുങ്കക്കാരൻ സക്കേവൂസിനോട് കാട്ടിയ കരുണ, ഇങ്ങനെ നീളുകയാണ് കരുണാമയനായ ക്രിസ്തുവിന്റെ പാപികളോടുള്ള അലിവ്. മനുഷ്യരിലെ നീതിമാന്മാർ പാപത്തിലേക്ക് വീഴുക വളരെ അപൂർവമായ ഒന്നാണ്. പാപിയെ രക്ഷിക്കാൻ എത്തിയ ക്രിസ്തുവിന് ആയതിനാൽ തന്നെ നീതിമാന്റെ കാര്യത്തിൽ തീരെ ഉത്കണ്ഠയില്ല. മറിച്ച് 100-ൽ ഒരുവൻ പാപിയാണെങ്കിൽ അവന്റെ മനസ്താപം മൂലം ഏറെ സന്തോഷിക്കുന്ന സ്വർഗവാസികൾ ഉണ്ടാവുമെന്ന് അറിയുക. ആയതിനാൽ നമുക്ക് ലഭിക്കുന്ന പ്രതീക്ഷ വലുതാണ്. വിവിധ കൽപ്പന ലംഘനത്താൽ ദൈവത്തിൽ നിന്ന് അകന്ന് പാപ അവസ്ഥയിൽ ആയിരിക്കുന്ന നമുക്ക് കർത്താവ് നൽകുന്ന ഈ പ്രത്യാശയുടെ രക്ഷയുടെ ഊഷ്മള സാന്ത്വനം അവിടുത്തെ വലിയ കൃപയാണ്. കർത്താവിന്റെ രക്ഷയുടെ വാഗ്ദാനം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. വീണ്ടും പാപത്തിലേക്ക് വീഴാതെ മനസ്താപത്തിലൂടെ രക്ഷയിലേക്ക് കടക്കാൻ നമുക്ക് ശ്രമിക്കാം. ആമേൻ, ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.